വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ ഹൃദയം തുറന്ന് വചനം ശ്രവിക്കാം, ധ്യാനിക്കാം. 86-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ, ചെവി ചായിച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങാണ്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചെവി ചായിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ, കഷ്ടതകളിൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ സമയം ലോകം മുഴുവൻ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, ഓരോരുത്തർക്കും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. അങ്ങയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കോട്ടകെട്ടി തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. തമ്പുരാനെ, ഈ വചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ അങ്ങയുടെ വലത് കരത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. യേശുനാമത്തിൻ്റെ മഹത്വം, യേശുനാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ വചനം മുറുകെ പിടിച്ച്, അങ്ങയുടെ വചനം ഹൃദയത്തിൽ ഉറപ്പിച്ച്, അങ്ങയുടെ വചനം ധ്യാനിച്ച് തിന്മയെ പരാജയപ്പെടുത്തുവാൻ, അന്ധകാര ശക്തികളുടെ മേൽ ഭരണം നടത്തുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 26 മുതലുള്ള തിരുവചന ഭാഗം ശ്രവിക്കാം. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഇതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ കൃപ നിറഞ്ഞ ഒരു തിരുവചന ഭാഗമാണല്ലോ നാം ശ്രവിച്ചത്. സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണമാണ്. സ്നാപകന്റെ ഒപ്പമായിരുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരുപക്ഷെ വലിയ പ്രശസ്തിയുടെ നിറകയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് ശിഷ്യഗണങ്ങളും ഒരുപാട് കൃപ നിറഞ്ഞ ആത്മീയ ശുശ്രൂഷയും നയിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്ന്, മറ്റൊരുവൻ നിന്നേക്കാൾ ഉയർന്നിരിക്കുന്നു, മറ്റൊരുവൻ്റെ അരികിലേക്ക് ആളുകൾ പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, സ്നാപകൻ തിരികെ പറയുന്ന ആ മറുപടി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിൽ നിന്നും ദൈവം നൽകുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. ഒരുപക്ഷെ ഈ ശിഷ്യന്മാർ സ്നാപകനെ സമീപിച്ചത് അദ്ദേഹത്തിന് ചില തിരിച്ചറിവുകൾ, ഓർമ്മപ്പെടുത്തലുകൾ നൽകാനാണ്. നീ ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ
നീ ഇപ്പോൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ നിന്റെ അരികിൽ നിൽക്കുന്നവൻ നിന്നേക്കാൾ ഉയർന്നു പോകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പക്ഷേ സ്നാപകൻ തിരിച്ചറിയുന്നു, എന്നേക്കാൾ ഉയരേണ്ടവനാണ് ദൈവം ക്രിസ്തു, എന്നേക്കാൾ ഉയരേണ്ടവനാണ് എൻ്റെ സഹോദരൻ. ആ ഒരു മനോഭാവം ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വചനം പറയുക, സ്നാപകൻ പറയുക, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. ശിഷ്യന്മാർ കരുതിയതിന് നേർവിപരീതമായി സ്നാപകന്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ്. മണവാളനെ കാണുമ്പോൾ, അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ സ്നാപകൻ ആനന്ദം കൊണ്ട് നിറയുകയാണ്. എന്നിട്ട് ഇപ്രകാരം കൂടി പറഞ്ഞു വെക്കുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ്, ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ സഹോദരങ്ങളെ ഉയർത്തുക, നമ്മുടെ സഹോദരങ്ങളുടെ വളർച്ചയിൽ ഹൃദയം തുറന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ലോകം നമ്മുടെ അരികിലേക്ക് വന്ന് ചുറ്റുമുള്ള മറ്റു മനുഷ്യർ നമ്മെ സമീപിച്ച് പറയും, നീ ഇപ്പോൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ, നീ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിന്റെ ജീവിതം താഴുകയും നിന്റെ പേര് നഷ്ടപ്പെടുകയും മറ്റൊരുവൻ നിന്നേക്കാൾ ഉയരുകയും ചെയ്തേക്കാം. അപ്പോഴെല്ലാം ഈ ലോകത്തിൻ്റെ വഞ്ചന, തിന്മ തിരിച്ചറിഞ്ഞ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് പറയാനുള്ള ഒരു ഹൃദയം നമുക്ക് സ്വന്തമാകണം. അതാണല്ലോ ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നമ്മെ ദൈവം ഓർമ്മപ്പെടുത്തുക. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണ്. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ എപ്രകാരം മറ്റുള്ളവരെ ഉയർത്തുന്നുവോ, നിങ്ങൾ എപ്രകാരം മറ്റുള്ളവരെ വളർത്തുന്നുവോ, അപ്രകാരം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉയർത്തും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുവല്ലോ, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വീണ്ടും യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായവും 10-ാം തിരുവചനം അതും നമ്മെ ഓർമ്മപ്പെടുത്തുക ഇതേ സന്ദേശമാണ്. ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രിയമുള്ളവരെ, ദൈവം ഉയർത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉയർത്തപ്പെടണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ വയ്ക്കുന്ന പ്രാർത്ഥനകളാണ്. ദൈവം കഷ്ടതയിൽ നിന്നും, വേദനകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സാമ്പത്തികമായ തകർച്ചകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഓരോരുത്തരും. പക്ഷേ വചനം വ്യക്തമായി പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എപ്രകാരമാണോ നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ നീ ഉയർത്തുന്നത്, വളർത്തുന്നത്, അപ്രകാരം ദൈവം നിന്നെയും ഉയർത്തും. അതുകൊണ്ട് മറ്റുള്ളവർ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അത് നന്മയാണെന്ന് ഹൃദയം തുറന്ന് പറയാനുള്ള ഒരു മനോഭാവം നാം വളർത്തിയെടുക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തു എപ്പോഴും അങ്ങനെയായിരുന്നുവല്ലോ. നല്ലത് കാണുമ്പോൾ അത് നന്മയാണെന്ന് പറഞ്ഞ ഒരു ദൈവമാണ് അവിടുന്ന്. അതാണ് മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായത്തിൽ 41 മുതലുള്ള തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അവിടെ കാണുന്നത് വളരെ ഹൃദയസ്പർശിയായ തിരുവചന ഭാഗമാണല്ലോ. വിധവയുടെ കാണിക്ക എന്ന തലക്കെട്ടോടുകൂടിയ ആ വചനഭാഗം. അവിടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ദൈവം ക്രിസ്തു കാണുകയാണ്. അവൻ അവരെല്ലാം വീക്ഷിക്കുകയാണ്. അവരുടെ ഓരോ ചലനവും, അവർ ദൈവസന്നിധിയിൽ എപ്രകാരം നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിൽ എന്താണ്, ഇത് മുഴുവൻ അവിടുന്ന് വീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ സമ്പത്ത്, ധനത്തിൻ്റെ ഓഹരി ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക്, ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നൽകിയവരാണ് ഏറെയും. പക്ഷേ അവസാനം കടന്നു വരുന്ന ആ വിധവ വെറും
2 ചെമ്പുതുട്ടുകൾ, ഒരുപക്ഷെ ഒന്നുമില്ല എന്ന് പറയാം, അതുപോലെ 2 ചെമ്പുതുട്ടുകൾ കൊണ്ടുവന്ന് ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു. എന്താണ് ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുക എന്ന് നമുക്കറിയാം. അവിടുന്ന് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അവന് അത് തള്ളിക്കളയാമായിരുന്നു, അവഗണിക്കാമായിരുന്നു. കാരണം വലിയ തുകകൾക്ക് നടുവിൽ, വലിയ ധനത്തിൻ്റെ ഓഹരികൾക്ക് നടുവിൽ ഇതാ 2 ചെമ്പുതുട്ടുകൾ മാത്രമാണ് അവൾ നൽകിയത്. എന്തുകൊണ്ടാണ് ഈ 2 ചെമ്പുതുട്ടുകൾ മാത്രം നൽകിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താമായിരുന്നു. ഇതിന് വിലയില്ലല്ലോ എന്ന് കരുതാമായിരുന്നു. പക്ഷേ അവിടുന്ന് മറ്റാരെയുംക്കാൾ കൂടുതൽ അവളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അവൾ ചെയ്തത് നന്മയാണെന്ന് പറയുന്നു. ഉള്ളത് മുഴുവൻ നൽകി എന്ന് തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ 2 ചെമ്പുതുട്ടുകൾക്ക് തുല്യമായ കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുക. മറ്റുള്ളവർ ചെയ്യുന്ന 2 ചെമ്പുതുട്ടുകളോളം വിലയുള്ള കൊച്ചു കാര്യങ്ങൾ, പക്ഷേ അതിൽ നന്മയുണ്ടെന്ന് കാണാൻ, അത് നല്ലതാണെന്ന് പറയാൻ ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുന്നു, പക്ഷെ മറ്റുള്ളവരിലെ നന്മ കാണുന്നില്ല. നമ്മൾ ഈ ലോകം കാണുന്നു, ലോകത്തിലുള്ള കാഴ്ചകൾ കാണുന്നു, പക്ഷേ അവയിലുള്ള നന്മ കാണുന്നില്ല. ഒരു പക്ഷേ മറ്റുള്ളവർ ഏതെങ്കിലും നന്മ ചെയ്യുമ്പോൾ പലരുടെയും ഹൃദയത്തിലുണ്ടാകുന്നത് അസൂയ എന്ന ആ വികാരമാണ്. ഇടയ്ക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്, അസൂയ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിനുള്ള ഒരു ചെറിയ വഴി ഇതാണ്. മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷം, ആനന്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ആനന്ദമുണ്ടാകുമ്പോൾ, നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് അസൂയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുക, നന്മ കാണുമ്പോൾ അത് നല്ലതാണെന്ന് പറയുക. ഒരു പക്ഷേ അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും പരസ്പരം നന്മ കാണണം, നന്മയെക്കുറിച്ച് പറയണം, അത് പറഞ്ഞ് മറ്റുള്ളവരെ അഭിനന്ദിക്കണം. പ്രിയമുള്ളവരെ, എത്രയോ മക്കളാണ് ഒരു നല്ല വാക്ക് പോലും സ്വന്തം കുടുംബങ്ങളിൽ നിന്നും കേൾക്കാതെ വളർന്നു വരുന്നത്. എത്ര നല്ലത് ചെയ്താലും, എത്ര നന്മയായത് പ്രവർത്തിച്ചാലും ഒരു വ്യക്തിയും അവരുടെ കുടുംബങ്ങളിൽ അത് നല്ലതാണെന്ന് പറയില്ല. അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട്. അത് വലിയ നിരാശയിലേക്ക്, വലിയ വേദനയിലേക്ക് ആ ജീവിതങ്ങളെ വഴി നടത്തും. ഞാൻ ഓർക്കുകയാണ്, ഒരു മകൾ ധ്യാനത്തിന് വന്നപ്പോൾ പങ്കുവെച്ച ഒരു അനുഭവം. അവളുടെ അമ്മയുടെ ഒപ്പമാണ് അവൾ വന്നത്. 8ാം ക്ലാസ് വരെ പഠനത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു മകൾ. പക്ഷേ 9ാം ക്ലാസ് എത്തിയപ്പോഴേക്കും അവൾ വളരെ പിന്നോക്കം പോയി. പുസ്തകങ്ങൾ നോക്കുന്നില്ല, പഠനകാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല, എപ്പോഴും ശിരസ് കുനിച്ചിരിക്കുന്ന ഒരു മകൾ. മറ്റാരോടും സംസാരിക്കാനൊന്നും താല്പര്യമില്ല. അമ്മ വളരെ ആകുലയായി അവളെ ഒരു ധ്യാനത്തിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അവളോട് കുറേ അധിക നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അവളുടെ അപ്പച്ചന് ആദ്യം ഒരു മകൻ പിറക്കണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ ദൈവം നൽകിയത് ഈ മകളെയാണ്. മകളെ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയായി, വലിയ ദുഃഖമായി. ഒരു ആൺകുഞ്ഞിനെ ലഭിക്കേണ്ടതിന് പകരം ഈ മകളെയാണല്ലോ ലഭിച്ചത് എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ നിറഞ്ഞു. അന്നു മുതൽ ഈ മകൾ ചെയ്യുന്ന എന്തിലും കുറ്റം കാണുന്ന, ആ മകൾ ചെയ്യുന്ന ഒന്നും ശരിയാകില്ലെന്ന് പറയുന്ന ഒരു പിതാവായി അദ്ദേഹം മാറി. പ്രിയമുള്ളവരെ, ഇവൾ വളർന്നു വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത ചിന്തകളെല്ലാം അവളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അവൾ വളർന്നതിനൊപ്പം അവളുടെ ബുദ്ധി വളർന്നു, അവളുടെ ചിന്തകൾ വളർന്നു. അതുകൊണ്ട് തൻ്റെ അപ്പച്ചൻ പറഞ്ഞ ഓരോ വാക്കും അവളുടെ ചിന്തകളിലുണ്ട്. അപ്പച്ചൻ്റെ മുഖം ഓർക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് താൻ ചെയ്താൽ ഒന്നും ശരിയാകില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ നിറഞ്ഞു. പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, കാരണം പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ആ മകൾ കരുതുക. അങ്ങനെ ശിരസ് കുനിച്ചിരിക്കുന്ന, ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തി. പ്രിയമുള്ളവരെ, ഇതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ മുറിപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്.
നന്മ പറയുന്നില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്ന, അതിൽ തിന്മ മാത്രം കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് മനുഷ്യരെ മുറിപ്പെടുത്തും, വ്യക്തികളെ തകർക്കും, വലിയ നിരാശയിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു മനോഭാവം ആരംഭിക്കണം, അത് വളർത്തിയെടുക്കണം. ഭർത്താവും ഭാര്യയും പരസ്പരം പറയണം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നന്മയായി എന്ന്. മക്കളെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് അവരുടെ തോളിൽ കൈവച്ച് പറയണം, ഇത് നന്നായിട്ടുണ്ട്, ഇതിനിയും ചെയ്താൽ കൂടുതൽ നന്നാകും. അങ്ങനെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ ഒക്കെ സാധിക്കണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടാൽ, മറ്റുള്ളവർ എന്നേക്കാൾ താഴണം, മറ്റുള്ളവർ തകരണമെന്ന് ചിന്തിച്ചാൽ അവിടെ ഒരിക്കലും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കില്ല. ആ ജീവിതങ്ങൾ നിയന്ത്രിക്കുക, ആ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക ദുരാത്മാവാണ്. അതാണല്ലോ സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്ന സാവൂളിൻ്റെ ഒരു അനുഭവം. ദാവീദിൻ്റെയും സാവൂളിൻ്റെയും ജീവിതത്തിലെ ഒരു ഏടാണ് അവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഗോലിയാത്തിനെ വധിച്ചതിന് ശേഷം ദാവീദ് മടങ്ങി വരുന്നു. ഗോലിയാത്തിനെ വധിച്ചതിന് ശേഷം ദാവീദ് മടങ്ങി വരുമ്പോൾ ജനം മുഴുവൻ ആർപ്പു വിളിക്കുകയാണ്. കാരണം അതിനു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ഈ ജനത്തിനറിയാം. ഈ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിച്ച് കടന്നു വന്ന ഒരു ശത്രുവാണ്. ആജാനുബാഹുവായ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. ഇസ്രായേൽ ജനത്തിൽ ആരെങ്കിലും വന്ന് തന്നോട് യുദ്ധം ചെയ്യട്ടെ, അവർ വിജയിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവൻ ഫിലിസ്ത്യരുടെ അടിമകളായിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ഒരു ചിത്രം. വെല്ലുവിളി കേൾക്കുന്ന ദാവീദ് ആ ശത്രു സൈന്യത്തെ നശിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ദൈവനാമത്തിൽ ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ കടന്നു ചെല്ലുന്നു. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഗോലിയാത്ത് വീണ്ടും ദാവീദിനെ വെല്ലുവിളിക്കുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ 45-ാം തിരുവചനത്തിൽ ദാവീദ് ഗോലിയാത്തിന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് പറഞ്ഞാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിടുക. അതായത് വാളും പരിചയമായി വരുന്ന ഒരു മനുഷ്യനെ ദൈവനാമത്തിൽ നേരിടുന്ന ദാവീദിന്റെ ചിത്രം. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ വിനീതനായി നിന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് യുദ്ധം ചെയ്താണ് ദാവീദ് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയത് വലിയ ആയുധങ്ങൾ കൊണ്ടൊന്നും അല്ല എന്ന് നമുക്കറിയാം. വെറും ഒരു കവണയും കല്ലും വെച്ചാണ് ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തുക. പ്രിയമുള്ളവരെ, ആദ്യം സ്നാപക യോഹന്നാൻ പറഞ്ഞ ആ തിരുവചനം പോലെ സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നതല്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇവിടെ ദൈവനാമത്തിൽ യുദ്ധം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്ര നിസാരനായ, ഒരുപക്ഷെ ശരീരം കൊണ്ടുപോലും വലിപ്പമില്ലാതിരുന്ന ദാവീദിന് ഇത്രമാത്രം വലിയ ഒരു ശത്രുവിനെ, ആ സൈന്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞത്. സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടത്, ദൈവം കൊടുത്തനുഗ്രഹിച്ചത്, വിനീതനായി ഹൃദയം തുറന്ന് സ്വീകരിച്ചിട്ടാണ് ദാവീദ് യുദ്ധത്തിലേക്ക് കടന്നത്. പ്രിയമുള്ളവരെ, ഇത് ആ ഇസ്രായേൽ ജനം മുഴുവൻ കണ്ട കാഴ്ചയാണ്. അവർക്കറിയാം എങ്ങനെയാണ് ദാവീദ് യുദ്ധം ചെയ്തതെന്ന്, ദൈവം എപ്രകാരമാണ് ദാവീദിനെ ഉയർത്തിയതെന്ന്. അതുകൊണ്ട് ആ ജനം മുഴുവൻ ഹൃദയം തുറന്ന് സന്തോഷിച്ചു. തങ്ങളുടെ സഹോദരന്റെ ഈ ദാവീദിന്റെ വിജയത്തിൽ അവർ മുഴുവൻ ഒപ്പം നിന്നു. അവർ ഇപ്രകാരമാണ് ദാവീദിനെ പുകഴ്ത്തുക. 18-ാം അധ്യായം 6-ാം തിരുവചനം, സാമൂവേലിന്റെ 1-ാം പുസ്തകം. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും
സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സൗലിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. നോക്കുക, ഈ ജനം ഹൃദയം തുറന്ന് സന്തോഷിക്കുന്നു. സാധാരണക്കാരായ ഇസ്രായേലിലെ മനുഷ്യർ. പക്ഷേ അവരുടെ രാജാവിനെ കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുക. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് സാവൂൾ. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ അവന് എന്താണ് ലഭിക്കുവാനുള്ളത്? പ്രിയമുള്ളവരെ, നോക്കുക, ആ മനുഷ്യൻ്റെ ഹൃദയം അസൂയ കൊണ്ട് നിറയുകയാണ്. ഇത്ര വലിയ ഒരു നന്മ തൻ്റെ രാജ്യത്തിൽ നിറവേറിയിട്ടും, ഇത്ര വലിയൊരു നന്മ ദാവീദിലൂടെ ദൈവം ചെയ്തിട്ടും അത് കാണാൻ കഴിയാത്ത വിധം കണ്ണുകൾ അന്ധമായി പോയ ഒരു മനുഷ്യൻ, ഒരു രാജാവ്, സാധാരണ ജനങ്ങളുടെ പോലും നിലവാരമില്ലാതെ പോകുന്ന ഒരു രാജാവ്. പ്രിയമുള്ളവരെ, ഇതാ വചനം പറയുന്നുണ്ട്, പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നടന്നു. അതായത് സഹോദരങ്ങളുടെ നന്മയിൽ സന്തോഷിക്കാത്ത, സഹോദരരുടെ നന്മയിൽ തിന്മ കാണുന്ന ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമാകും. അവിടെ വസിക്കുക തിന്മയുടെ ദുരാത്മാവാണ്. സാവൂളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ തിന്മയുടെ ദുരാത്മാവ് ആ ഭവനങ്ങളിലേക്കും ആ ഹൃദയങ്ങളിലേക്കും കടന്നു വരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറ്റുള്ളവരിലെ നന്മ കാണണം. ചെറിയ കാര്യങ്ങളിൽ പോലും, 2 ചെമ്പുതുട്ടിൻ്റെ തുല്യമായ കാര്യങ്ങളിൽ പോലും നന്മ കാണാനും അവരുടെ തോളിൽ കൈവച്ച് അത് നല്ലതാണെന്ന് പറയാനും നാം പഠിക്കണം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഗുജറാത്തിൽ ഒരു ധ്യാനത്തിനായി കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള വൈദികർ ചെയ്യുന്ന ശുശ്രൂഷ കണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. പ്രിയമുള്ളവരെ, ആദിവാസി മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈശോ സഭയിലെ കുറേയധികം വൈദികർ, വലിയ ഒരു കൺവെൻഷനാണ് അവിടെ അവർ ഒരുക്കിയത്. ഈ ജനം മുഴുവൻ വന്നിരുന്ന് വചനം കേൾക്കുന്നു. അങ്ങനെ ദാഹത്തോടെ വചനം കേൾക്കുന്ന ഒരു ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, ഒരു പക്ഷേ ആ വൈദികരെ ലോകത്ത് മറ്റാരും അറിയുന്നില്ല. ഈ ജനത്തിൽ നിന്നുള്ള സ്നേഹവും ആ ജനത്തിൻ്റെ സഹകരണവും മാത്രമാണ് അവർക്ക് ലഭിക്കുക. പുറം ലോകത്ത് ആരാലും അറിയപ്പെടാതെ ഒരു പക്ഷേ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച കുറേയധികം മനുഷ്യർ. ഞാൻ അതിലൊരു വൈദികനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഇടവകയിൽ തന്നെ 18 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു. കാരണം ആ ആദിവാസികളുടെ ഇടയിലുള്ള ആ ഭാഷ അദ്ദേഹത്തിനാണ് കൂടുതൽ നന്നായി അറിയുക. അതുകൊണ്ട് അധികാരികൾ 18 വർഷമായി അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു വൈദികനെ കണ്ടു. കേരളത്തിൽ നിന്നും വന്ന് ഗുജറാത്തിൽ ജീവിക്കുന്ന ഒരു വൈദികൻ, പ്രായമായ ഒരു വൈദികൻ. അദ്ദേഹം പറഞ്ഞു, 1961 അവിടെ വന്നതാണ്. 57 വർഷങ്ങൾ, ഒരുപക്ഷെ ജീവിതം മുഴുവൻ ആ ജനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച, ആ ജനത്തിനു വേണ്ടി വ്യയം ചെയ്ത ഒരു മനുഷ്യൻ. എനിക്കവരെ കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന ഇത് മറ്റാരും അറിഞ്ഞെന്ന് വരില്ല, പുറം ലോകം അറിഞ്ഞെന്ന് വരില്ല. എങ്കിലും നല്ലത് കാണുമ്പോൾ നന്മയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് കൊടുക്കുന്നവന് അതേ അളവിൽ ദൈവം തിരികെ നൽകും. മറ്റുള്ളവരെ ഉയർത്തുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവം തക്ക സമയത്ത് ഉയർത്തും. മറ്റുള്ളവരെ വളർത്തുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവം ഒരുപാട് വളർത്തും. പ്രിയമുള്ളവരെ, കുടുംബങ്ങളിൽ നിന്നും തന്നെ ഈ മനോഭാവം ആരംഭിക്കട്ടെ. പരസ്പരം നന്മയാണ്, നല്ലതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മിൽ ഒരുപാട് നന്മ കാണുന്നത് കൊണ്ടാണല്ലോ നമ്മെ ഇപ്പോഴും അവിടുന്ന് സംരക്ഷിക്കുന്നത്, അവിടുന്ന് കാത്തു പരിപാലിക്കുന്നത്. ആ ഒരു ഹൃദയം നമുക്ക് സ്വന്തമാകട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.